I think people gain a tremendous amount of wisdom when they travel, when they wander, when they allow themselves, as I did, to get lost. അപ്പോൾ എൻ്റെ ആദ്യത്തെ സോളോ ട്രിപ്പാണ്. ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല. സേലത്തിന് ഈരോട്ടിക്ക് ഈരോട്ട് എന്ന് പറയുന്നത് ഈരോടിക്ക് ഒരു ട്രിപ്പ് വിചാരിച്ച അടുപ്പുണ്ട്. ഇവിടുത്തെ കോടാണ് ചേരാൻ. ഇതാണ് ഇവിടുത്തെ ലെവല്. നാളെ പരി ഉറപ്പാ, വിറച്ചിട്ട് വയ്യ. ആളില്ലാത്തടത്തുകൂടെ എഴുതിനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി സെറ്റാക്കി വന്നാൽ ചേർന്നു കുത്തിക്കഴപ്പ് പറയുക. ഒരു പ്ലാൻ ഇടാതെ പോന്നു. പക്ഷെ അടിപൊളി കേട്ടാ. എന്താ ഇതൊരു ലേക്കറ്റ് തോന്നുന്നു. ഇതാണ് ലേക്ക്. ലേക്കിൻ്റെ മണ്ടയ്ക്കാരോ എന്താ പറയുക, കാറ്റാടി എന്തോ എന്തോന്ന് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു മീറ്ററും ഉണ്ട് വാട്ടർ ലെവൽ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുറേ പൂക്കൾ, വിസിബിലിറ്റി ഉണ്ട്, അടിപൊളിയായിരുന്നു. പിന്നെ സാധാരണ പോലെ തന്നെ കുപ്പ അത് നിർബന്ധ. അവിടെ എന്തൊക്കെയുണ്ട്, റിസോർട്ട് പോലെ എന്തൊക്കെയാണ്, കുറേ കാറൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഏരിയ. ഇവിടുന്നാണ് നമ്മൾ തെണ്ടിൻ്റെ അവിടെ പോയത്. അവിടെ പോയൊരു മനുഷ്യൻ്റെ കുട്ടിയില്ല. അപ്പോൾ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. ഇനി ഇവിടുന്ന് എവിടെ പോകണമെന്ന് ആരും ഫുഡ് റെഡിയാക്കണം. ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങിയ ശേഷം സ്റ്റോക്ക് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ അതിൻ്റെ കല്ല് തപ്പി നടക്കുകയാണ്. ഈ ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ട്. പക്ഷേ കിട്ടി നമുക്കല്ലേ നമ്മങ്ങ ഉണ്ടാക്കണ്ടേ. നമുക്കല്ലേ നമ്മൾ തന്നെ ഉണ്ടാക്കുക. അത് ഫുള്ള് വർക്കിലാണ്. ആൾക്കാരെ നല്ല കൂളാട്ടാ. ഇവര് തൊള്ളവിളി കേട്ട് വന്നു. ഞാൻ ചോദിച്ചോടെ വാട്ടർ ഫോൾ ഇതിലുണ്ടാവുന്നു. 3:30 ഇവിടുന്ന് തിരിച്ച് സേലം പോകണം. ആ ലെവലിലാണ് ഇപ്പോൾ പ്ലാൻ ഇട്ടുണ്ട്. അതുവരെ എന്തൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. ആകെ ഭംഗിയും കൂടെ മാത്രമേ ഉള്ളൂ. ഓക്കെ, കാണിച്ചു തരാം. കണ്ടമാനം റിസോർട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സാധനമൊക്കെ നല്ല എക്സ്പെൻസീവാണ്. അത് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് കേട്ടെ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ശരി, കവർ ചെയ്തു. സംഭവം എന്താ വെച്ചാൽ ഞാനൊരു സൂനിയർ ഷോപ്പിൽ കയറി. അവിടെ കയറി 2 പീസ് ഒരു ക്യൂട്ടായിട്ടുള്ളതുകൊണ്ട് എന്താ പറയുക, എന്തൊരു സംഭവം കിട്ടി. ഇപ്പോഴേ ചമ്പല് പറഞ്ഞിട്ടില്ല. സംഭവങ്ങൾ വാങ്ങി ഞാൻ കാണിച്ചു തരാം. രണ്ട് സാധനങ്ങളേ ഉള്ളൂ. അപ്പം ഞാനാദ്യം ഒരു 100-200 100ഒന്നും ഇല്ല, 100-150 വിചാരിച്ചു. ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി 220. പിന്നെ എന്തോ ടൈറ്റനോ എന്തിപ്പോൾ പേര് പറഞ്ഞാൽ മറന്നത്. റേഡിയൻ ടൈപ്പ് സാധനമാണെന്ന് പറഞ്ഞു.
എനിക്കതിനെ പറ്റി വലിയ വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങി. എന്തായാലും ഒരു മെമ്മറിക്ക് വേണ്ടി വാങ്ങി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ സൂനിയറായിട്ട് വാങ്ങിയ സാധനം ഒന്ന് ഇതാണ്. ഇതിനാണ് ഒരു ഒന്നിന് 120. പിന്നെ ഒരു ഐറ്റം പറഞ്ഞാൽ ഇത് കാണുമല്ലോ, ഈ ടൈമിൻ്റെ സാധനം. ഈ 2 സാധനമാണ് വാങ്ങിയതാകെ. അത് ഈ 2 കൂടിയാണ് വാങ്ങിയത് 220. കുഴപ്പമില്ല. വരുന്നില്ല. 2 മെമ്പർക്ക് വേണ്ടി വാങ്ങിയതാണ്. പിന്നെ പറഞ്ഞാൽ ഈ പ്രായത്തിലാണ് ഈ ട്രാവലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ 2 ദിവസമല്ല, 2-3 ആഴ്ച തുടർച്ചയായിട്ട് ഇങ്ങനെ റെക്കമെൻഡ് വരുന്ന ഈ വ്ളോഗ് മാത്രമാണ്. കാണൂല എന്നെ. ഇവിടെ വെയിലുള്ള കമ്മിയാണ്, അതുകൊണ്ട് എൻ്റെ കാണുന്നില്ല. ഇപ്പോൾ വ്ളോഗ് മാത്രം എൻ്റെ ഫീഡിൽ മാത്രമേ വരുന്നുള്ളൂ. ട്രാവൽ ചെയ്യുക, കുറേ മെമ്മറി ഉണ്ടാക്കുക. അപ്പം അതിൻ്റെ ഒരു ഇത് തലേ കയറി. അല്ലെങ്കിൽ കേട്ട ഒരു കാര്യമില്ല. എൻ്റെ ട്രിഗറിങ് പോയിന്റ് അതാണ്. എന്തായാലും മരിച്ചു. അപ്പോഴേക്കും ഒരുവിധം സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോവാ. ഇനി കുറേ കഴിഞ്ഞ് ഇനി ഫാമിലിയായി, അതായി ഇതായി, ഫുൾ റെസ്പോൺസിബിലിറ്റി. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മുടെ 20s അല്ലേ, 20s പരമാവധി എൻജോയ് ചെയ്യുക. അടിച്ച് ഫുള്ള് അടിച്ചു പൊളിച്ച് കളയുന്നല്ല, അത്യാവശ്യം സേവിങ്സ് ഉണ്ടാക്കി വയ്ക്കുക, കുറച്ച് ട്രാവൽ ചെയ്യുക, പിന്നെ അപ്പോഴേക്കും കുറച്ച് നോളജൊക്കെ വളർത്തി വയ്ക്കുക. നമ്മൾ 20s കുറച്ച് കഷ്ടപ്പെട്ട നമ്മുടെ 30s ഒക്കെ ആകുമ്പോഴേക്കും കുറച്ചുകൂടി സിമ്പിളായിട്ട് വരും. ഏതാ ഫുള്ള് കിട്ടിയത് ഫുള്ള് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണെന്ന് വെച്ചാൽ സേവിങ്സും ഉണ്ടാവില്ല, കരിയറും ഉണ്ടാവില്ല. അനുഭവം. പിന്നെന്താ, ഓടെ പിന്നെയും കൂടിയിട്ടോ. നമ്മൾ ട്രക്കിങ് തുടങ്ങിയിട്ട് ഒരു 2.5 മണിക്കൂറായി തോന്നുന്നു. ടൈം എന്താ 11:55. 2:30 ആണ്. അപ്പം ഇനി കുറച്ചൊന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാഗിൽ കുറച്ച് ഒരു 4 പഴവും ഒരു ബ്രെഡും ഇരിക്കുന്നുണ്ട്. അത് അകത്താക്കുക. വെള്ളം വാങ്ങാൻ മറന്നു. ഒപ്പിക്കാം. വലിയ ഷോപ്പും കാണിച്ചാൽ വെള്ളം വാങ്ങാം. ഈ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് ഉള്ളല്ലേ. അഡ്വഞ്ചർ ഉദ്ദേശിച്ച് ഞാൻ ഇതല്ല കേട്ടോ. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക, കുറേ സ്ഥലങ്ങൾ ഒറ്റയ്ക്ക് പോയി കാണുക. എനിക്ക് പണ്ട് തന്നെ വണ്ടിയായിരുന്നു കേട്ടോ. ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോവുക, പിന്നെ ഒരു കോഫി ഷോപ്പ് പോയിട്ട് ഒറ്റയ്ക്കല്ല ചായ കുടിക്കുക, പപ്സ് കഴിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ട്രോമയാണ്. ഞാൻ ഭാഗാലിച്ച് പേടിക്കുകയാണ്. വേറൊന്നുമില്ല. എൻ്റെ കല്യാണം ആകുമ്പോഴേക്കും ഒരു സ്റ്റേജിൽ ഞാനും എൻ്റെ പെണ്ണും മാത്രം, പിന്നെ ബാക്കി ഫാമിലീസും ബാക്കി എല്ലാവരും നമ്മളെ നോക്കിയിരിക്കുക. ട്രോമ. ഇതിനൊക്കെ നല്ലത് അമ്മ കണ്ണമ്മ ചീത്ത അറിയും. ഓക്കെ, ക്രൗഡ് വന്നു. എൻ്റെ ഉള്ളിൽ ഇൻട്രോവേർട്ട് ഇറങ്ങി കിടന്ന ആള് പുറത്ത് വന്നു വീഡിയോ കട്ട് ചെയ്യാണ്. ഇവരെല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞൊരു കോട്ടേഴ്സ് പോലെ സംഭവമാണ്. അവിടെ എന്തൊക്കെ ടൂർ ഓപ്പറേറ്റേഴ്സൊക്കെ ഉണ്ട്. നമുക്കിന്നെ ടൂർ വേണ്ടല്ലോ. എൻ്റെ ചളുപ്പ് മാറി കിട്ടുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുക, ആൾക്കാരെ കുറുകുറുങ്ങനെ നോക്കുന്നുണ്ട്. ഈ ഡോണ്ട് കെയർ, റിയലല്ലേ, ഐ ഡോണ്ട് കെയർ.
ആ അതിലുണ്ട്. ഫുള്ള് കപ്പിൾസ് കേട്ടോ. ഇവിടെ ഫുള്ള് കാട്. കണ്ടോ കിളികളുടെ സൗണ്ട് കണ്ടോ? കണ്ടോ ഇവിടെ ഫുള്ള് അഡ്വഞ്ചറായിട്ട് എന്തൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട് ക്യാമറ ക്ലാരിറ്റി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടോ ഫുള്ള് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ഗെയിംസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. രാവിലെ മാഗി കഴിച്ച് വന്നാണ്. വിശക്കുണ്ട്. ഇത് കട്ട് ചെയ്യാണ്. അടുത്ത വല്ല ഷോട്ടും കിട്ടും നോക്കട്ടെ.